സോ ഹായ് ഓൾ, നമുക്കിന്ന് പഠിക്കാനുള്ളത് സ്റ്റെല്ലാർ എവല്യൂഷൻ ബേസ്ഡ് ഓൺ മാസ് ആണ്. ഓക്കെ, അപ്പം നമ്മളിവിടെ സ്റ്റാർസിനെ അതിൻ്റെ മാസിൻ്റെ അടിസ്ഥാനത്തിൽ മൂന്നായിട്ട് കാറ്റഗറൈസ് ചെയ്യണം. ഇത് ലോ മാസ് സ്റ്റാർസ് എന്നും മിഡ് മാസ് സ്റ്റാർസ് എന്നും ദെൻ ഹൈ മാസ് സ്റ്റാർസ്, അതായത് സോളാർ മാസിൻ്റെ ഒരു 8 മടങ്ങ് അല്ലെങ്കിൽ അതിനേക്കാൾ അധികം വലിപ്പമുള്ള സ്റ്റാർസ് ആണ് ഹൈ മാസ് സ്റ്റാർസ് എന്ന് പറയുന്നത്. ദെൻ മിഡ് മാസ് സ്റ്റാർസ് എന്ന് പറയുന്നത് ഏകദേശം 0.5 to 8 സോളാർ മാസസ് ആണ്. അതായത് സൂര്യന്റെ ഭാരതത്തിന്റെ പകുതി മുതൽ 8 മടങ്ങ് വരെ വരുന്ന സ്റ്റാർസ് ആണ് മിഡ് മാസ് കാറ്റഗറിയിൽ വരുന്നത്. അതിനും ചെറുതാണ് ഏത് ലോ മാസ് സ്റ്റാർസ് എന്ന് പറയുന്നത്. 0.05 മുതൽ 0.5 സോളാർ മാസസ് വരുന്ന ആൾക്കാരാണ് ലോ മാസ് സ്റ്റാർസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ലോ മാസ് സ്റ്റാർസ് എന്ന് പറയുമ്പോൾ ദീസ് ആർ ദ സ്മോളസ്റ്റ് സ്റ്റാർസ് ഓഫൻ കോൾഡ് as റെഡ് ഡ്വാർഫ്സ്. അപ്പോൾ നോൺ സ്റ്റാർസിൽ വെച്ചിട്ട് ഏറ്റവും ഭാരം കുറഞ്ഞ ആൾക്കാരാണ് നമ്മുടെ ലോ മാസ് സ്റ്റാർസ് എന്ന് പറയുന്നത്. അവയെ ഓഫൻ ആയിട്ട് എന്തായിട്ട് വിളിക്കാറുണ്ട്? റെഡ് ഡ്വാർഫുകൾ എന്ന് വിളിക്കാറുണ്ട്. അപ്പൊ ലോ മാസ് സ്റ്റാർസിന്റെ ബർത്ത് റിക്വയർമെന്റ് എന്താണ്? ടു ബിക്കം എ സ്റ്റാർ, എ ഗ്യാസ് മാസ് മസ്റ്റ് റീച്ച് എ കോർ ടെമ്പറേച്ചർ ഓഫ് 10 million Kelvin. This requires a minimum mass of about 1/12 mass of the sun. അപ്പം സണ്ണിന്റെ ഭാരത്തിന്റെ 12% ഭാഗവും ദെൻ കോറിന്റെ ടെമ്പറേച്ചർ, ഒരു ഗ്യാസ് മാസിന്റെ കോർ ടെമ്പറേച്ചർ, ഉള്ളിലെ ടെമ്പറേച്ചർ ഏകദേശം 10 million കെൽവിനുമാണെങ്കിൽ എന്തുണ്ടാകുന്നുള്ളൂ? ഒരു സ്റ്റാർ ആയിട്ട് അത് മാറുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഫ്യൂഷനെ പറ്റി പറയുകയാണെങ്കിൽ അൺലൈക്ക് ലാർജ് സ്റ്റാർസ്, മറ്റ് ലാർജ് സ്റ്റാർസിനെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ഈ ലോ മാസ് സ്റ്റാർസ് എന്ന് പറയുമ്പോൾ ഫുള്ളി കൺവെക്റ്റീവ് ആണ്. അതായത് ഇതിന്റെ സ്റ്റാറിന്റെ ഇന്റീരിയർ എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് മിക്സ് അപ്പ് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അതിനുള്ളിലുള്ള ഹൈഡ്രജൻ എന്താണ്? ടു ബി യൂസ്ഡ് ഫോർ ഫ്യൂഷൻ, നോട്ട് ജസ്റ്റ് ദ ഹൈഡ്രജൻ ഇൻ ദ കോർ. അതിനകത്തുള്ള ഹൈഡ്രജനെ വളരെ എഫിഷ്യന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന രീതിയിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഇതിന്റെ ഇന്റീരിയർ എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ മിക്സിംഗ് സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത്. ഓക്കെ, അത് ഫുള്ളി കൺവെക്റ്റീവ് ആണെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിന്റെ ലോങ് ലൈഫാണ് ലോ മാസ് സ്റ്റാർസ് കാണിക്കാറുള്ളത്. കാര്യം എന്താ? because they use their fuel so efficiently and slowly. Their lifespan is trillions of years ago, longer than the current age of the universe. ഇപ്പൊ ലോ മാസ് സ്റ്റാർസിന്റെ എന്ന് പറയുമ്പോഴത്തേക്ക് ലൈഫ് സ്പാൻ വളരെ കൂടുതലാണ്. ഓക്കെ, കാരണം അവർ വളരെ എഫിഷ്യന്റ് ആയിട്ട് സ്ലോ ആയിട്ടുമാണ് എന്ത് ചെയ്യുന്നത്? അവരുടെ ഫ്യൂവലിനെ ബേൺ ചെയ്ത് അവർ ഗ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവരുടെ ഒരു ടോട്ടൽ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് നമ്മുടെ യൂണിവേഴ്സിന്റെ കറണ്ട് ഏജ്, ഇപ്പോഴത്തെ നമ്മുടെ പ്രപഞ്ചത്തിന്റെ ഒരു പ്രായത്തിനേക്കാൾ കൂടുതലായിരിക്കും ഓരോ സ്റ്റാറിന്റെ എന്തെന്ന് പറയുന്നത്, ആ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. ഇതിപ്പം പല സ്റ്റാർസും അതിന്റെ എൻഡ് സ്റ്റേജിൽ ഇതുവരെയും ഉണ്ടായിട്ടില്ല. ഓക്കെ, അതാണ് ഈ ലോ മാസ് സ്റ്റാർസിന്റെ സവിശേഷത. ആൾക്കാർ ചെറുതാണെങ്കിലും ദേ വിൽ എഫിഷ്യന്റ്ലി ആൻഡ് സ്ലോലി ബേൺ. പിന്നെ ഇതിന്റെ എൻഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ദേ നെവർ ഗെറ്റ് ഹോട്ട് ഇനഫ് ടു ഫ്യൂസ് ഹീലിയം. ഓക്കെ, ദ ഹൈഡ്രജൻ ആറ്റംസ് ചേർന്ന് ഹീലിയം ഉണ്ടാകുന്നത് വഴി അത് എനർജി ഉൽപ്പാദിപ്പിക്കുന്നു എങ്കിലും ദേ ആർ നെവർ ഹോട്ട് ഇനഫ് ടു ഫ്യൂസ് ഹീലിയം. ഹീലിയത്തിനെ ഫ്യൂസ് ചെയ്ത് എനർജി ജനറേറ്റ് ചെയ്യാൻ മാത്രം ആവശ്യമായ ഹീറ്റ് അതിനില്ല. അതുകൊണ്ട് ആ ഒരു സ്റ്റേറ്റിലേക്ക് അത് പോകാറില്ല. അതിന് തൊട്ട് മുന്നേ അത് ഹൈഡ്രജൻ ഫ്യൂസ് ചെയ്ത് ഹീലിയം ആക്കിക്കൊണ്ടാണ് അത് എന്ത് ചെയ്യുന്നത്? ഈ എനർജിയെ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇനി ഈ സ്റ്റാർസിന്റെ ഒരു എൻഡ് സ്റ്റേറ്റിൽ അല്ലെ, അതിന്റെ ഒരു അവസാന കാലയളവിൽ അത് എൻ്റർ ചെയ്യുന്ന ഒരു സ്റ്റേജ് ആണ് വൈറ്റ് ഡ്വാർഫ് എന്ന് പറയുന്നത്. ഈ വൈറ്റ് ഡ്വാർഫ് അതിനുള്ളിലുള്ള എല്ലാ ഹീറ്റിനെയും പുറത്തേക്ക് റേഡിയേറ്റ് ചെയ്ത് അവസാനം ഒരു കൂൾ ബോഡിയായി മാറുന്നു. അതിനെയാണ് ബ്ലാക്ക് ഡ്വാർഫ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ലോ മാസ് സ്റ്റാർസിന്റെ കാര്യമാണ്. ഇനി മിഡ് മാസ് സ്റ്റാർസ് ആണെങ്കിൽ ഓക്കെ, ഒരു 0.5 to 8 സോളാർ മാസസ് വരുന്ന മിഡ് മാസ് സ്റ്റാർസ് ആണെങ്കിൽ, അപ്പൊ ഈ സ്റ്റാർസ് കാറ്റഗറിയിലാണ് നമ്മുടെ സൂര്യനൊക്കെ വരുന്നത്. ദേ ഫോളോ എ മോർ കോംപ്ലക്സ് പാത്ത്. അപ്പൊ ഇവർക്കാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ജസ്റ്റ് ഒരു സിമ്പിൾ ഫ്യൂഷൻ സൈക്കിൾ അല്ല, നമ്മുടെ ലോ മാസ് സ്റ്റാർസിലെ പോലത്തെ സിമ്പിൾ സൈക്കിൾ അല്ല. ഇവർക്ക് 2 ഡിഫറെന്റ് ഫ്യൂഷൻ സൈക്കിൾസ് ഉണ്ടാകാറുണ്ട്. ഒന്ന് ഹൈഡ്രജൻ ഫ്യൂഷൻ സൈക്കിൾസ് ആണ്. അതായത് ഈ ഹൈഡ്രജൻ ഫ്യൂഷൻ സൈക്കിൾ തന്നെ 2 രീതിയിൽ കാണും. അതായത് പ്രോട്ടോൺ ചെയിൻ ഉണ്ടായിരിക്കും. അതായത് ദ പ്രൈമറി എനർജി സോഴ്സ് ഫോർ സ്റ്റാർസ് ലെസ് ദാൻ 2 സോളാർ മാസസ്. സൂര്യന്റെ ഭാരമോ അല്ലെങ്കിൽ 2 മടങ്ങ്, സൂര്യന്റെ ഭാരത്തിന്റെ 2 മടങ്ങോ ഉള്ള സ്റ്റാർസിന് ആയിരിക്കും എന്ത് ചെയ്യുന്നത്? ഈ പ്രോട്ടോൺ സൈക്കിൾ ഫോളോ ചെയ്യുന്നത്. നെക്സ്റ്റ് കാർബൺ നൈട്രജൻ ഓക്സിജൻ സൈക്കിൾ എന്ന് പറഞ്ഞിട്ടൊരു സൈക്കിൾ ഉണ്ട്. ദേ ആർ ഡോമിനന്റ് ഇൻ സ്റ്റാർസ് ഗ്രേറ്റർ ദാൻ 2 സോളാർ മാസസ്. 2 സോളാർ മാസസിൽ അധികം ഭാരമുള്ള മിഡ് മാസ് സ്റ്റാർസ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്? ഈ CNO സൈക്കിൾ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ മിഡ് മാസ് സ്റ്റാർസ് തന്നെ 2 കാറ്റഗറി ഉണ്ട്. പ്രോട്ടോൺ ചെയിൻ യൂസ് ചെയ്തിട്ട് എനർജി ജനറേറ്റ് ചെയ്യുന്നവയും ഉണ്ട്, CNO സൈക്കിൾ വഴി എനർജി ജനറേറ്റ് ചെയ്യുന്നവയും ഉണ്ട്. ഇതിലെല്ലാം സംഭവിക്കുന്ന ഹൈഡ്രജൻ ഫ്യൂഷൻ തന്നെയാണ്, പക്ഷെ സ്റ്റെപ്സിൽ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. ഈ CNO സൈക്കിൾ എന്ന് പറയുമ്പോൾ അവിടെ ദേ യൂസ് കാർബൺ എസ് എ കാറ്റലിസ്റ്റ് ടു ഫ്യൂസ് ഹൈഡ്രജൻ ഇൻ ടു ഹീലിയം മോർ എഫിഷ്യൻലി. അവിടെ കാർബൺ കാറ്റലിസ്റ്റിന്റെ സാന്നിധ്യത്തിലാണ് എന്ത് ചെയ്യുന്നത്? ഹൈഡ്രജൻ ഹീലിയമായി മാറുന്നത്.
മേക്സ് ദ സ്റ്റാർ മച്ച് ബ്രൈറ്റർ ആൻഡ് ബ്ലൂവർ. അപ്പോൾ ഈ CNO സൈക്കിളുള്ള സ്റ്റാർസ് കൂടുതൽ ബ്രൈറ്ററും ബ്ലൂവറുമാണ്, കാരണം അതിനുള്ള ഈ സൈക്കിളിന്റെ എഫിഷ്യൻസി കാരണം. ഓക്കെ, ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ പ്രോട്ടോൺ ചെയിൻ എന്ന് പറയുമ്പോഴത്തേക്കും പ്രോട്ടോൺ സൈക്കിൾ ഇങ്ങനെയാണ്. 4 ഹൈഡ്രജൻ ആറ്റംസ് ഫ്യൂസ് ചെയ്ത് ഹീലിയവും ഇവിടെ നമ്മുടെ പോസിട്രോണും 2 ന്യൂട്രീനോസും നമ്മുടെ ഗാമ റേഡിയേഷനും ഒക്കെ ഉണ്ടാകുന്നത് ആ ഫ്യൂഷൻ റിയാക്ഷൻ ആണ്. ഇനി കാർബൺ നൈട്രജൻ ഓക്സിജൻ സൈക്കിളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇവിടെ എന്ന് പറയുമ്പോൾ നെറ്റ് റിസൾട്ട് ഓഫ് ദ സൈക്കിൾ ഈസ് ടു ഫ്യൂസ് 4 പ്രോട്ടോൺസ് into an alpha particle along with 2 positrons, 2 electroneutrinos and 3 gamma rays. ഇവിടെ ഇപ്പം നമ്മുടെ റിയാക്ഷൻ ഇങ്ങനെ പല സ്റ്റെപ്സിലും ഫോളോ ചെയ്യുന്നുണ്ട് എങ്കിലും ഇൻ ടോട്ടൽ പറയുകയാണെങ്കിൽ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്, 4 പ്രോട്ടോണുകൾ ഒരു ആൽഫ പാർട്ടിക്കിൾ അഥവാ ഹീലിയമായി മാറുന്നു. എന്താണ്, അതിനോടൊപ്പം തന്നെ 2 പോസിട്രോണിനെയും 2 ഇലക്ട്രോ ന്യൂട്രീനോയെയും. ഓക്കെ, എനർജി സ്റ്റാർസിന്റെ എനർജി ക്യാരി ചെയ്യുന്ന അല്ലെങ്കിൽ എനർജി ക്യാരി ചെയ്യുന്ന പാർട്ടിക്കിൾസ് ആണ് ഇലക്ട്രോ ന്യൂട്രീനോസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ 2 ന്യൂട്രീനോകളുമായിട്ട് മാറുന്നു. ഇലക്ട്രോ ന്യൂട്രീനോസിനെയാണ് ഈ ന്യൂ ഇ എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടുകൂടെ ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ദ കാർബൺ വിൽ ആക്ട് എസ് എ കാറ്റലിസ്റ്റ്. അപ്പോൾ ഈ കാർബൺ ഇതിലൊരു കാറ്റലിസ്റ്റ് മാത്രമായി പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. The 2 positrons annihilate electrons releasing energy in the form of gamma rays. Each annihilation give rise to 2 gamma rays. അതായത് ഓരോ അനിഹിലേഷനും ഇവിടെ എത്രയാണ്, 2 ഗാമ റേസിനെ ആയിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ഇത് നമ്മുടെ ഈ സ്റ്റെപ്സ് ഓരോന്നും കാണാതെ പഠിച്ചില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു പാരഗ്രാഫ് അറിയാമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ പറ്റിയുള്ള കാര്യങ്ങൾ നമുക്ക് അവിടെ എഴുതി വെക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇനി മൂവിങ് അപ്പ് ദ മെയിൻ സീക്വൻസ്. ഇപ്പൊ മിഡ് മാസ് സ്റ്റാർസിന്റെ കഥയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി അത് ഹൈഡ്രജൻ ഫ്യൂഷൻ സൈക്കിൾ വഴിയാണ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി ഈ മൂവിങ് അപ്പ് ദ മെയിൻ സീക്വൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, ആസ് ഹീലിയം ബിൽഡ്സ് അപ്പ് ഇൻ ദ കോർ. അപ്പൊ ഈ 2 റിയാക്ഷൻസ് വഴിയും ഹീലിയം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീലിയം അതിന്റെ കോറിൽ ബിൽഡപ്പ് ചെയ്യും അല്ലെ, കോറിൽ അതിന്റെ അളവ് കൂടും. അപ്പൊ കോറിന്റെ മോളിക്കുലർ വെയിറ്റ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ടു മെയിൻറ്റെയിൻ ദ പ്രഷർ അഗൻസ്റ്റ് ദ ഗ്രാവിറ്റി ദ കോർ ടെമ്പറേച്ചർ മസ്റ്റ് റൈസ്. അപ്പം ഗ്രാവിറ്റിക്ക് എഗനിസ്റ്റ് ആയിട്ടോ അതിന്റെ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമ്മുടെ ഇന്റേണൽ ടെമ്പറേച്ചർ അതിന് കൂട്ടേണ്ടതായിട്ട് വരും. ഇത് ഇന്റേണൽ ടെമ്പറേച്ചർ അപ്പൊ എങ്ങനെയായിരിക്കും, കൂടുതലായിരിക്കും. ദിസ് ഇൻക്രീസസ് ദ ഫ്യൂഷൻ റേറ്റ്. അപ്പോൾ അവിടെ ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് അത് ഒന്നുകൂടെ ഫ്യൂഷൻ റേറ്റിനെ ആക്സിലറേറ്റ് ചെയ്യിക്കും. അപ്പൊ അതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യും, ദി സ്റ്റാർ വിൽ ബിക്കം മോർ ബ്രൈറ്റർ ആൻഡ് ഹോട്ടർ ഓവർ ടൈം. അപ്പൊ കൂടുതൽ സമയം കഴിയും തോറും സ്റ്റാർ കൂടുതൽ ബ്രൈറ്ററും നമ്മുടെ ഹോട്ടറുമായിട്ട് മാറുകയും ചെയ്യും. ഇനി നമ്മുടെ സണ്ണിനെ പറ്റി പറയുകയാണെങ്കിൽ സണ്ണ് ഫോം ചെയ്ത സമയത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഇറ്റ് ഈസ് അബൌട്ട് 30% ബ്രൈറ്റർ നൗ ദാൻ വെൻ ഇറ്റ് വാസ് ഫോംഡ്. അത് ഫോം ചെയ്തതിനേക്കാളും ഇപ്പോൾ ഒരു 30% ബ്രൈറ്റ്നസ് അതിന് വർദ്ധിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതെന്തുകൊണ്ടാണെന്നാണ് പറഞ്ഞത്, ഈ ഹീലിയം ബിൽഡപ്പ് കാരണമാണ്. ഓക്കെ, ഇനി നമ്മുടെ ഈ മിഡ് മാസ് സ്റ്റാർസിന് യൂഷ്വലി കാണുന്ന 2 യുണീക്ക് ആയിട്ടുള്ള ഫിനോമിനാസ് ആണ് ഈ ട്രൈ ആൽഫ പ്രോസസ് എന്നും ഹീലിയം ഫ്ലാഷ് എന്നും പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇൻ ദ ലൈഫ് ഓഫ് എ സ്റ്റാർ, അത് നമ്മൾ പർട്ടിക്കുലർലി ഇവിടെ പറയുന്നത് മിഡ് മാസ് സ്റ്റാർസിനെ പറ്റിയിട്ടാണ്. ദ 2 ഇവന്റ്സ് ട്രൈ ആൽഫ പ്രോസസ് ആൻഡ് ഹീലിയം ഫ്ലാഷ് occur when the star has run out of hydrogen in its core and it is forced to find a new way to stay alive. അതായത് ഈ മിഡ് മാസ് സ്റ്റാർസിലുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നറിയോ, അവർ 2 പ്രത്യേക തരം ഇവന്റ് അവരിലൂടെ ഉള്ളിൽ കടന്നു പോകും. ട്രൈ ആൽഫ പ്രോസസ് എന്നും ഹീലിയം ഫ്ലാഷ് എന്നും. എന്തിനായി 2 പ്രോസസ്സും, എപ്പോഴാണോ അതിന്റെ ഫ്യൂവൽ തീർന്നു പോകുന്നത് അല്ലെങ്കിൽ അത് എപ്പോഴാണോ റൺ ഔട്ട് ഓഫ് ഹൈഡ്രജൻ ആവുന്നത്, ഹൈഡ്രജന്റെ ഷോർട്ടേജ് വരുന്നത്, അപ്പൊ എന്ത് ചെയ്യും, അപ്പൊ അതിനെ ലീവ് ചെയ്തേ പറ്റുള്ളൂ അല്ലേ. അപ്പൊ ഇറ്റ് ഷുഡ് എന്താണ് ചൂസ് അനദർ പാത്ത് ടു സ്റ്റേ അലൈവ്. അപ്പൊ അതിനെ വേണ്ടി കണ്ടുപിടിക്കുന്ന ഒരു പുതിയ പാത്താണെന്നാണ് ഈ ട്രൈ ആൽഫ പ്രോസസ്സിനെയും ഹീലിയം ഫ്ലാഷിനെയും നമ്മൾ എന്ത് ചെയ്യുന്നത്, വിവരിക്കുന്നത്. അപ്പൊ ഈ ട്രൈ ആൽഫ പ്രോസസ് എന്ന് പറയുമ്പോൾ എന്താ, ദ ട്രൈ ആൽഫ പ്രോസസ് ഇസ് എ വേ സ്റ്റാർസ് ഫ്യൂസ് ഹീലിയം ഇൻടു കാർബൺ. ഓക്കെ, അതായത് നമ്മുടെ പ്രോട്ടോൺ ചെയിൻ വഴി ഫോം ചെയ്യുന്ന ഹീലിയം ഉണ്ടല്ലോ, നോർമൽ ഹൈഡ്രജൻ കമ്പൈൻ ചെയ്തുണ്ടാവുന്ന ഹീലിയം ഉണ്ടല്ലോ, ഈ ഹീലിയത്തിന് എന്ത് ചെയ്യും, ഫ്യൂസ് ചെയ്ത് കാർബൺ ഉണ്ടാക്കും. ഹീലിയത്തിനെ ഫ്യൂസ് ചെയ്തുകൊണ്ട് കാർബൺ ഉണ്ടാക്കും. വെൻ എ സ്റ്റാർ ഫിനിഷസ് ബേണിംഗ് ഇറ്റ്സ് ഹൈഡ്രജൻ, ഇറ്റ്സ് കോർ ഇസ് ഫുൾ ഓഫ് ഹീലിയം. ഓക്കെ, ഹൈഡ്രജൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഹൈഡ്രജൻ വഴി ഹീലിയം ഉണ്ടാക്കി കഴിയുമ്പോൾ ബാക്കി അതിലുള്ള അത്ര എന്താ, ഉണ്ടാകപ്പെട്ട ഹീലിയം മാത്രമാണ്. ഈ ഹീലിയം ആറ്റംസ് ദേ ആർ ഹാർഡർ ടു ഫ്യൂസ്. ഇവയെ കൂട്ടിച്ചേർക്കാൻ പ്രയാസമാണ്. കാര്യം എന്താണ്, ഹൈഡ്രജൻ അപേക്ഷിച്ച് ഹീലിയത്തിലാണെങ്കിൽ പ്രോട്ടോണുകളുടെ എണ്ണം കൂടുതലല്ലേടാ. അപ്പൊ എന്ത് ചെയ്യും, ഈ പ്രോട്ടോണുകളുടെയൊക്കെ റിപ്പൽഷൻ കൂടുതലാണ്. അപ്പൊ ഇവരെ ഈ റിപ്പൽഷൻ ഒക്കെ മറികടന്നിട്ട് വേണം ഇവർ എന്ത് ചെയ്യാൻ, ഫ്യൂസ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ ഇറ്റ് ടേക്സ് 3 ഹീലിയം ന്യൂക്ലിയൈ ടു ക്രിയേറ്റ് 1 കാർബൺ ന്യൂക്ലിയസ്. അപ്പം ഈ വളരെയധികം സ്ട്രോങ് ആയിട്ട് റിപ്പൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ വളരെ എന്താണ് ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു കണ്ടീഷനിലായിരിക്കും ഇവർ എന്ത് ചെയ്യുന്നത്, ബോണ്ട് ചെയ്ത് അല്ലെങ്കിൽ ഇവരെ ഫ്യൂസ് ചെയ്തിട്ട് എന്താക്കി മാറ്റുന്നത്,
ഒരു കാർബൺ ന്യൂക്ലിയസ് ആക്കി മാറ്റുന്നത്. ഇറ്റ് ടേക്സ് 3 ഹീലിയം ന്യൂക്ലിയൈ, 3 ഹീലിയം ന്യൂക്ലിയകൾ കൂടി ചേർന്നിട്ടാണ് ഒരു കാർബൺ ന്യൂക്ലിയസ് ആയിട്ട് അത് മാറുന്നത്. അപ്പൊ അതെങ്ങനെയാ സംഭവിക്കുന്നത്? 2 ഹീലിയം ന്യൂക്ലിയൈ കൊളൈഡ് ടു ഫോം ബെരീലിയം 8. ആദ്യം 2 ഹീലിയം ന്യൂക്ലിയൈ കൂടി ചേർന്ന് ബെരീലിയമായി മാറുന്നു. ഈ ബെരീലിയം എന്ന് പറയുന്നത് വളരെ അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ്. അപ്പൊ എന്ത് ചെയ്യും? ഇറ്റ് വോണ്ട്സ് ടു ബ്രേക്ക് അപ്പാർട്ട് ഓൾമോസ്റ്റ് ഇൻസ്റ്റന്റ്ലി. പെട്ടെന്ന് തന്നെ അതിന് ബ്രേക്ക് ആകാൻ, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്തു വരാനായിരിക്കും എന്ത് ചെയ്യുന്നത് ഇഷ്ടപ്പെടുന്നത്. പക്ഷെ അതേസമയം ഈ ബെരീലിയം 8 ഫോം ചെയ്യുന്ന ആ ഒരു മൊമെന്റിൽ തന്നെ എ തേർഡ് ഹീലിയം ന്യൂക്ലിയസ് മസ്റ്റ് സ്ലാം ഇൻ ടു ഇറ്റ്, അല്ലെ? എന്നാലേ ഈ 3 ഹീലിയം ന്യൂക്ലിയസ്, അത് രണ്ടുപേര് കൂടി ചേർന്ന് ബെറീലിയം ഉണ്ടായി. പക്ഷെ ഈ ബെറീലിയത്തിന് ആ സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതിനെ ബ്രേക്കപ്പ് ആർട്ട് ചെയ്യാനാണ് കൂടുതൽ താല്പര്യം. അപ്പോഴത്തേക്ക് മൂന്നാമത്തെ ഹീലിയം ന്യൂക്ലിയസ് കൂടെ അതിലേക്ക് ആഡപ്പ് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ റിസൾട്ട് ഇൻ ദ ഫോർമേഷൻ ഓഫ് എ കാർബൺ 12 ന്യൂക്ലിയസ് ആൻഡ് ദിസ് വിൽ റിലീസ് എനർജി. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഇത്ര 3 ഹീലിയം ആറ്റംസിനെ കൂട്ടിച്ചേർക്കാൻ, ഫ്യൂസ് ചെയ്യാൻ ആവശ്യമായ ഒരു കണ്ടീഷൻ അതെങ്ങനെയാണ് മീൻസ് ആർജിച്ചെടുക്കുന്നത്? അതെടുക്കുന്നത് ഈ ഹീലിയം ഫ്ലാഷ് വഴിയാണ്. ഓക്കെ, അപ്പൊ ഹീലിയം ഫ്ലാഷ് എന്ന് പറയുമ്പോൾ ഈ ട്രൈ ആൽഫ പ്രോസസ്സ് നടക്കാൻ വേണ്ട, ഈ ട്രൈ ആൽഫ പ്രോസസ്സ് വഴി കാർബൺ ഉണ്ടായാലേ ആ കാർബൺ വഴി കാർബൺ നൈട്രജൻ ഓക്സിജൻ സൈക്കിൾ വഴി എന്ത് ചെയ്യാൻ പറ്റൂ? കൂടുതലായിട്ട് എനർജി ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു പ്രീകർസർ എന്നോളം നടക്കുന്ന പ്രോസസ്സാണ് ട്രൈ ആൽഫ പ്രോസസ്സ്. ട്രൈ ആൽഫ പ്രോസസ്സ് നടക്കാൻ ആവശ്യമായ നെസസറി കണ്ടീഷൻ സപ്ലൈ ചെയ്യുന്ന ഫിനോമിനയാണ് ഈ ഹീലിയം ഫ്ലാഷ് എന്ന് പറയുന്നത്. ഹീലിയം ഫ്ലാഷ് ഇസ് എ സഡൻ എക്സ്പ്ലോസീവ് സ്റ്റാർട്ട് ടു ദ ട്രൈ ആൽഫ പ്രോസസ്. അപ്പോൾ ട്രൈ ആൽഫ പ്രോസസ്സിന്റെ ഒരു എക്സ്പ്ലോസീവ് സ്റ്റാർട്ട് കൊടുക്കുന്ന ഒരു ഇവന്റ് ആണ് ഹീലിയം ഫ്ലാഷ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ സണ്ണ് പോലെയുള്ള ലോ മാസ് സ്റ്റാർസ്, അത് നമ്മൾ മിഡ് മാസ് സ്റ്റാർസിലും സണ്ണിന്റെ കാറ്റഗറിയിൽ വരുന്നവയുണ്ട്, അതിനേക്കാൾ കൂടുതൽ ഭാരം വരുന്നവയുണ്ട്. ഇതില് ലോ മാസ് സ്റ്റാർസ്, അത് മിഡ് മാസ് സ്റ്റാർസിൽ തന്നെ ഭാരം കുറവുള്ള, നമ്മളിവിടെ പറഞ്ഞില്ലേ മിഡ് മാസ് സ്റ്റാർസിൽ തന്നെ ഭാരം കുറഞ്ഞത് ഈ പ്രോട്ടോൺ ചെയിൻ മാത്രമുള്ള ആൾക്കാരുണ്ടല്ലോ, 2 സോളാർ മാസസ് ഒക്കെ ഉള്ള ആൾക്കാർ, നമ്മുടെ സൂര്യനെ പോലെ, അവരിലാണ് എന്ത് ചെയ്യുന്നത് യൂഷ്വലി ഈ ഹീലിയം ഫ്ലാഷ് കാണിക്കുന്നത്. Their core becomes so crowded and compressed that it enters a state called electron degeneracy. അപ്പോൾ ഈ ഹൈഡ്രജൻ ആറ്റംസ് കൂടിച്ചേർന്നുണ്ടാകുന്ന ഹീലിയം ഇതിന്റെ കോറിൽ വന്നിട്ട് എന്ത് ചെയ്യും? ഈ കോറ് ഹീലിയം കൊണ്ട് ഒരുപാട് അങ്ങ് നിറഞ്ഞിട്ട് എന്ത് ചെയ്യും? ആൻഡ് ഇറ്റ് റീച്ചസ് എ കംപ്രസ്ഡ് സ്റ്റേറ്റ്സ്, ഒരു വളരെ കംപ്രസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റിൽ എൻ്റർ ചെയ്യും. അപ്പോൾ നമ്മൾ ആ സ്റ്റേറ്റിനെ വിളിക്കുന്ന ഒരു പേരാണ് ഇലക്ട്രോൺ ഡീജനറസി സ്റ്റേറ്റ് എന്ന് പറയും. അപ്പോൾ ഈ സ്റ്റേറ്റിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ദ കോർ ബിഹേവ്സ് മോർ ലൈക്ക് എ സോളിഡ് ദാൻ എ ഗ്യാസ്. അതായത് അവിടെ ഒരു ഗ്യാസ് ആയിട്ടായിരിക്കില്ല അവിടെ ആ കോർ ആക്ട് ചെയ്യുന്നത്, ബട്ട് ഇറ്റ് വിൽ ബിഹേവ് മോർ ലൈക്ക് എ സോളിഡ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അപ്പൊ ഇലക്ട്രോൺ ഡീജനറസി കാരണം സംഭവിക്കുന്ന അവിടുത്തെ മാറ്റം എന്താണെന്ന് നമുക്ക് നോക്കാം. അത് സാധാരണ നമ്മളൊരു നോർമൽ ഗ്യാസിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചൂടാക്കുമ്പോൾ അല്ലെ, ഇഫ് ഇറ്റ് ഗെറ്റ്സ് ഹോട്ടർ, അതിന് ഹോട്ട് ആവുന്ന സമയത്ത് എന്ത് ചെയ്യും? അത് എക്സ്പാൻഡ് ചെയ്തിട്ടായിരിക്കും കൂൾ ഡൗൺ ചെയ്യുന്നത്. അല്ലേ, നമ്മൾ ചൂടാക്കുന്ന സമയത്ത് ഈ വായു എക്സ്പാൻഡ് ചെയ്യും, എന്നിട്ടായിരിക്കും അത് എന്ത് ചെയ്യുന്നത്? കൂൾ ഡൗൺ ചെയ്യുന്നത്. നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് അതിന്റെ എക്സ്പാൻഷൻ അല്ലെങ്കിൽ വോളിയം ഇൻക്രീസിന് കാരണമാവുന്നുണ്ട്. എന്നാൽ ഇവിടുത്തെ കേസിൽ അങ്ങനെയല്ല. ഇവിടെ ടെമ്പറേച്ചർ കൂടിയാലും അങ്ങനെ എന്ത് ചെയ്യുന്നില്ല? ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുന്നില്ല. അതാണ് ഈ ഡീജനറേറ്റ് ഗ്യാസിന്റെ പ്രത്യേകത. ഇറ്റ് ഡസ് നോട്ട് എക്സ്പാൻഡ് വെൻ ഇറ്റ് ഗെറ്റ്സ് ഹോട്ടർ. ഹോട്ട് ആവുന്ന സമയത്ത് എക്സ്പാൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, അതായത് ടെമ്പറേച്ചർ കൂടുതലാണ്, എന്നാൽ അതിന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? എക്സ്പാൻഡ് ചെയ്തിട്ട് അതിന്റെ ആ ഒരു കൂൾ ഡൗൺ സിസ്റ്റത്തിലേക്ക്, കൂൾ ഡൗൺ മെക്കാനിസത്തിലേക്ക് വരാനും പറ്റുന്നില്ല. അപ്പൊ ആ ഒരു കണ്ടീഷനിലാണ് ഈ ഫ്ലാഷ് മൊമെന്റ് എന്ന് പറയുന്നത്. when the core temperature finally hits about 100 million Kelvin. അപ്പോൾ കോറിന്റെ ടെമ്പറേച്ചർ ഏകദേശം ഒരു 100 മില്യൺ കെൽവിൻ ഒക്കെ ആകുന്ന സമയത്ത് ഈ ട്രൈ ആൽഫ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ആ ടെമ്പറേച്ചർ കൊടുക്കുന്ന ആ മൊമെന്റിനെയാണ് ഹീലിയം ഫ്ലാഷ് എന്ന് പറയുന്നത്. Because the core is degenerate and it cannot expand to cool itself, the temperature rockets upward. അതായത് കോർ എന്താണ്? കോർ ഡീജനറേറ്റ് സ്റ്റേറ്റിലാണ്, അതിന് എക്സ്പാൻഡ് ചെയ്ത് കൂൾ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെയുള്ളൊരു കണ്ടീഷനിൽ അതിന്റെ ടെമ്പറേച്ചർ കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യും? അതിന്റെ ഫ്യൂഷൻ റേറ്റ്, അതായത് ഹൈഡ്രജൻ ഫ്യൂസ് ചെയ്ത് ഹീലിയം ആകുന്ന റേറ്റ് എന്ത് ചെയ്യും? കൂടുതലായിട്ട് ഇൻക്രീസ് ചെയ്യും. ഫ്യൂഷൻ റേറ്റ് കൂടും. അപ്പോൾ ഫ്യൂഷൻ റേറ്റ് കൂടുമ്പോൾ അത് കൂടുതൽ അതിനെ ഹോട്ടർ ആക്കും. വിത്തിൻ മിനിറ്റുകൾക്കുള്ളിൽ ദ കോഴ്സ് എനർജി പ്രൊഡക്ഷൻ റീച്ചസ് റഫ്ലി 100 ബില്യൺ ടൈംസ് ദാറ്റ് ഓഫ് ദ സൺ. അപ്പോൾ നിമിഷ നേരം കൊണ്ട്, അല്ലെ, മിനിറ്റ്സ് കൊണ്ട് ഈ കോറിന്റെ എനർജി പ്രൊഡക്ഷൻ എന്ത് ചെയ്യും? ഒരു 100 ബില്യൺ ടൈംസ് ആയിട്ട് ഇൻക്രീസ് ചെയ്യും. ഏകദേശം നമ്മുടെ സൂര്യന്റെ അത്ര ഒരു എനർജി പ്രൊഡക്ഷനിലേക്ക് വരികയാണ് കുറച്ച് സമയത്തേക്ക്. ദിസ് ഇസ് ദ ഹീലിയം ഫ്ലാഷ്. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഹീലിയം ഫ്ലാഷ്. അതായത്
കോർ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ട്, നമ്മുടെ കോറിലെ ടെമ്പറേച്ചർ കൂടുകയാണ്, കോറിലെ ടെമ്പറേച്ചർ കൂടുന്നത് കൊണ്ട് എന്ത് പറ്റുകയാണ്, ഫ്യൂഷൻ റേറ്റ് അവിടെ സഡൻലി ഇൻക്രീസ് ചെയ്യുകയാണ്. ബിക്കോസ് അത് ഡീജനറേറ്റ് ഗ്യാസ് ആണ്, അതിന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഹോട്ടർ ആവുന്നതിനനുസരിച്ച് എക്സ്പാൻഡ് ചെയ്ത് കൂൾ ഡൗൺ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് എന്ത് ചെയ്യും, അവിടെ ഹീലിയം ഫ്ലാഷ് ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, അത് റിസൾട്ട് ചെയ്യുന്നത്. അപ്പൊ അടുത്ത എന്താ ഹാപ്പൻ ചെയ്യുന്നത്, eventually the core gets so hot that it finally breaks out of its degenerate state and begins to expand like a normal gas. അപ്പൊ ഈ ഹീലിയം ഫ്ലാഷ് സംഭവിച്ചതിന് ശേഷം എന്ത് ചെയ്യും, അതിന്റെ ആ ഒരു ഡീജനറേറ്റ് സ്റ്റേറ്റിൽ നിന്ന് ബ്രേക്ക് ഔട്ട് ചെയ്യും, പുറത്ത് വരും. എന്നിട്ട് എന്ത് ചെയ്യും, സാധാരണ ഒരു നോർമൽ ഗ്യാസിനെ പോലെ എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങും. The star doesn't explode or blow apart. ഇവിടെ എന്തല്ല സംഭവിക്കുന്നത്, ഒരു എക്സ്പ്ലോഷൻ അല്ല ഇവിടെ സംഭവിക്കുന്നത്. പകരം എന്ത് ചെയ്യണം, ഇറ്റ് സെറ്റിൽസ് ഡൗൺ ഇൻ ടു എ സ്റ്റേബിൾ പീരീഡ് ഓഫ് ബേണിംഗ് ഹീലിയം ഇൻ ഇറ്റ്സ് കോർ. അതായത് അവിടെ ആ ഒരു സ്റ്റേറ്റ് കൂടുതൽ സ്റ്റേബിൾ ആയി മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഹീലിയം ഫ്ലാഷ് സംഭവിച്ചതിന് ശേഷം അത്തരം സ്റ്റാർസ് ഹൊറിസോണ്ടൽ ബ്രാഞ്ച് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലാണ് ഉൾപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഹൊറിസോണ്ടൽ ബ്രാഞ്ച് അവിടെ ഇമ്പോർട്ടന്റ് അല്ല. ഹീലിയം ഫ്ലാഷും നമ്മൾ നേരത്തെ പറഞ്ഞ ട്രൈ ആൽഫ പ്രോസസ്സും ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇതാണ് ഹീലിയം ഫ്ലാഷും നേരത്തെ പറഞ്ഞത് ട്രൈ ആൽഫ പ്രോസസ്സുമാണ്. അപ്പം നമ്മുടെ ഒരു മിഡ് മാസ് സ്റ്റാർസിന് സംഭവിക്കുന്ന കാര്യങ്ങളൊന്ന് ബ്രീഫ് ചെയ്യുകയാണെങ്കിൽ, അതിന് ഏതൊക്കെ സ്റ്റേജസിലൂടെയാണ് അത് കടന്നു പോകുന്നതെന്ന് പറയുകയാണെങ്കിൽ, അത് ഞാനൊരു ഫിഗർ കാണിക്കാം. ഒരു മിഡ് മാസ് സ്റ്റാർസ് ഒക്കെ ആണെങ്കിൽ ഓക്കെ, അത് യൂഷ്വലി കടന്നു പോകുന്നത് അപ്പൊ അതിന്റെ ഒരു സ്റ്റെല്ലാർ നെബുല സ്റ്റേജിൽ നിന്ന്, അല്ലെ, ഗ്യാസ് ക്ലൗഡ്സ് ആയിരിക്കുന്ന ആ ഒരു സ്റ്റേജിൽ നിന്നും അതൊരു എന്താണ്, ഒരു ആവറേജ് സ്റ്റാറിന്റെ വലുപ്പത്തിലോട്ട് കൺവേർട്ടഡ് ആവുകയാണെങ്കിൽ ഇറ്റ് ലേറ്റർ വിൽ ബിക്കം റെഡ് ജയന്റ്. ഓക്കെ, then it will become a planetary nebula. പിന്നെ എന്ത് ചെയ്യും, അത് വൈറ്റ് ഡ്വാർഫ് ആയിട്ട് പരിണമിക്കും. ഇത് ഒരു മിഡ് സ്റ്റാർസിനാണ്, ഒരു മിഡ് മാസ് സ്റ്റാർസിനാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു സൈക്കിൾ ഹാപ്പൻ ചെയ്യുന്നത്. ഈ ലെഫ്റ്റിലെ സൈക്കിൾ ഹാപ്പൻ ചെയ്യുന്നത് മാസ് കൂടിയ സ്റ്റാർസിനാണ്. അതായത് ഒരു സ്റ്റെല്ലാർ നെബുലയിൽ നിന്ന് ഒരു മാസീവ് സ്റ്റാർ ആണ് ഡെവലപ്പ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് വിൽ ഗ്രാജുവലി ബിക്കം എ റെഡ് സൂപ്പർ ജയന്റ്, then it will explode into supernova, then it will become either a neutron star or will become a black hole. ഓക്കെ, ഇത് നമുക്ക് പറയാം. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ബാക്കി റെമനൻസ് എന്ത് ചെയ്യും, ഇറ്റ് വിൽ അഗെയിൻ ബിക്കം ദ പാർട്ട് ഓഫ് ദ നെബുല ക്ലൗഡ്. അപ്പൊ വീണ്ടും അത് എന്ത് ചെയ്യും, പുതിയ സ്റ്റാർസിന്റെ ജനറേഷന് കാരണമാവും. ഓക്കെ, അതുകൊണ്ടാണ് ഈ ഒരു സൈക്കിൾ ഇവിടെ വന്ന് എന്ത് ചെയ്തിരിക്കുന്നത്, എൻഡ് ചെയ്തിരിക്കുന്നത് രണ്ടു വശത്തു നിന്ന്. ഓക്കെ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പൊ നമ്മൾ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മിഡ് മാസ് സ്റ്റാർസ് അല്ലെങ്കിൽ ഈ ആവറേജ് സ്റ്റാർസിനെ പറ്റിയിട്ടാണ്. അപ്പൊ ആദ്യം അതിന്റെ ഈ ജയന്റ് മോളിക്കുലർ ക്ലൗഡ് ആയ നെബുല, the process begins in a vast cold cloud of gas and dust, primarily hydrogen. അപ്പോൾ ഈ ഒരു നമ്മുടെ ഗ്യാസിന്റെയും ഡസ്റ്റിന്റെയും ക്ലൗഡിൽ നിന്നാണ് ശരിക്കും ഒരു സ്റ്റാർ ഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, പ്രധാനമായിട്ട് ഹൈഡ്രജൻ അടങ്ങിയ. ഈ ഗ്രാവിറ്റി എന്ത് ചെയ്യും, വിൽ കോസ് ദ പോക്കറ്റ്സ് ഓഫ് ദിസ് ക്ലൗഡ് ടു കൊളാപ്സ് ഇൻവേർഡ്. ഓക്കെ, അപ്പൊ ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസ് കാരണം എന്ത് ചെയ്യാണ്, ഇത്തരം ക്ലൗഡ്സ് എല്ലാം എന്ത് ചെയ്യും, ഇൻവേർഡ് കൊളാപ്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഈ ഗ്യാസ് ക്ലംപിന്റെ ഭാരം അനുസരിച്ചിരിക്കും വെദർ ഇറ്റ് ഷുഡ് ഡെവലപ്പ് ഇൻ ടു എ എന്താണ്, ഒരു മിഡ് മാസ് സ്റ്റാർ ആവണമോ അല്ലെങ്കിൽ ഒരു ഹൈ മാസ് സ്റ്റാർ ആകണമോ എന്ന് തീരുമാനിക്കുന്നത് ആ ഒരു സ്റ്റേജിൽ അത് അക്യുമുലേറ്റ് ചെയ്യുന്ന മാസ് ആണ്. ഓക്കെ, അപ്പോൾ പ്രോട്ടോ സ്റ്റാർ അല്ലെങ്കിൽ ഒരു ആവറേജ് സ്റ്റാർ ആണെങ്കിൽ ആസ് ദ ഗ്യാസ് ക്ലംസ് ടുഗദർ ഇറ്റ് ഹീറ്റ്സ് അപ്പ്. വൺസ് ദ കോർ ബിക്കം ഹോട്ട് ഇനഫ് ഇറ്റ് ഗ്ലോസ്, ബട്ട് ഇറ്റ് ഹാസൻ യെറ്റ് സ്റ്റാർട്ടഡ് ന്യൂക്ലിയർ ഫ്യൂഷൻ. ദിസ് ബേബി സ്റ്റാർ ഇസ് ഹിഡൻ ഇൻസൈഡ് എ കൊക്കൂൺ ഓഫ് ഡസ്റ്റ്. അപ്പോൾ നമ്മളൊരു സ്റ്റാറിന്റെ ബേബി സ്റ്റേറ്റ് ആണ് ഏതെന്ന് പറയുന്നത് പ്രോട്ടോ സ്റ്റാർ എന്ന് പറയുന്നത്. ഇപ്പൊ പ്രോട്ടോ സ്റ്റാറിൽ ഫ്യൂഷൻ റിയാക്ഷൻസ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഓക്കെ, അതെന്താണ്, അത് ഹോട്ട് ആണ്, ഗ്ലോ ചെയ്യുന്നുണ്ട്, പക്ഷെ അത് എന്തിന്റെ ഫലമായിട്ടല്ല, ഫ്യൂഷന്റെ ഫലമായിട്ടല്ല. ഓക്കെ, അപ്പൊ അത് നമ്മുടെ സ്റ്റാറിന്റെ ഒരു ബേബി ഫോം ആണ് പ്രോട്ടോ സ്റ്റാർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് ഈ പ്രോട്ടോ സ്റ്റാർ എന്ത് ചെയ്യും, ഗ്രാജുവലി അതിന്റെ ഒരു ഫിഷൻ റിയാക്ഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് മെയിൻ സീക്വൻസിലേക്ക് കടക്കും. നമ്മൾ ആ HR ഡയഗ്രത്തിൽ കണ്ടതാണ്. ദിസ് ഇസ് ദ ലോങ്സ്റ്റ് സ്റ്റേജ് ഓഫ് എ സ്റ്റാർസ് ലൈഫ്. ഒരു സ്റ്റാറിന്റെ ലൈഫിൽ ഏറ്റവും ലോങ്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് അതിന്റെ ഈ മെയിൻ സീക്വൻസ് ആയിരിക്കും. The core temperature will reach roughly around 15 million degrees Celsius, triggering nuclear fusion. അപ്പോൾ കോറിന്റെ ടെമ്പറേച്ചർ ഏകദേശം 15 മില്യൺ ഡിഗ്രി സെൽഷ്യസ് ഒക്കെ എത്തും. ഓക്കെ, അപ്പോൾ അത് ഫ്യൂഷനെ ആക്സലറേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഹൈഡ്രജൻ ആറ്റംസ് ഫ്യൂസ് ചെയ്ത് എന്ത് ചെയ്യും, ഹീലിയമായി മാറുകയും മാസീവ് എമൗണ്ട് ഓഫ് എനർജി റിലീസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതെന്ത് ചെയ്യും, ആ സ്റ്റാർ മാസീവ് സീക്വൻസിലായിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. ഇനി റെഡ് ജയന്റ് ആവുകയാണെങ്കിൽ when the hydrogen in the core is exhausted, ഉള്ളിലുള്ള ഹൈഡ്രജൻ തീർന്നു കഴിഞ്ഞാൽ ഈ കോർ എന്ത് ചെയ്യും, ചുരുങ്ങി ഹീറ്റ് ആയിട്ട് അതിന്റെ ഔട്ടർ ലെയേഴ്സ് എക്സ്പാൻഡ് ചെയ്യുകയും കൂൾ ചെയ്യുകയും ചെയ്യും. അതായത് ഉള്ളിൽ കോർ എന്ത് ചെയ്യും, ഹീറ്റപ്പ് ആയിട്ട് ഷ്രിങ്ക് ചെയ്യും, ഔട്ടർ ലെയേഴ്സ് എക്സ്പാൻഡ് ചെയ്ത് കൂൾ ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പൊ അതിന്റെ ഫലമായിട്ട് സ്റ്റാർ കുറച്ചുകൂടെ വലുതായിട്ടായിരിക്കും, ഇല്ല, അപ്പിയർ മോർ ലാർജർ. ഓക്കെ, at this stage it begins fusing helium into heavier elements like carbon. അപ്പൊ റെഡ് ജയന്റ് സ്റ്റേറ്റിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കാർബൺ നൈട്രജൻ ഓക്സിജൻ സൈക്കിൾ ഒക്കെ കൂടുതലായി നടക്കുന്നത്.
ഈ പ്ലാനറ്ററി നെബുല എന്ന് പറയുന്നത് ഈ ഒരു റെഡ് ജയന്റ് സ്റ്റേറ്റിന് ശേഷം സ്റ്റാർ അൺസ്റ്റേബിൾ ആവും. അപ്പൊ എന്ത് ചെയ്യും, അതിന്റെ ഈ ഔട്ടർ ലെയേഴ്സിനേക്ക് അത് പുറത്ത് സ്പേസിലേക്ക് ഇജക്ട് ചെയ്തിട്ട് ഒരു ഗ്ലോയിങ് ഗ്യാസിന്റെ ഒരു എക്സ്പാൻഡിങ് ഷെല്ലായിട്ട് മാറും. ഓക്കെ, അതിനാണ് ഈ പ്ലാനറ്ററി നെബുല എന്ന് പറയുന്നത്. ഓക്കെ, പ്ലാനറ്ററി നെബുല എന്നാണ് പേരെങ്കിലും അത് പ്ലാനറ്റുമായിട്ട് ബന്ധമൊന്നുമില്ല, ഇറ്റ് ഇസ് കണക്ട് ടു സ്റ്റാർ. ഇനി ഈ പ്ലാനറ്ററി നെബുലയിലെ ഈ പുറത്തുള്ള ലെയേഴ്സ് ഒക്കെ പുറത്ത് പോയതിനു ശേഷം ബാക്കിയുള്ള റിമൈനിങ് കോറിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, വൈറ്റ് ഡ്വാർഫ് എന്ന് പറയുന്നത്. ഇറ്റ് കൺസിസ്റ്റ് മോസ്റ്റ്ലി ഓഫ് കാർബൺ ആൻഡ് ഓക്സിജൻ ആൻഡ് ഇറ്റ് കൊളാപ്സസ് ഇൻ ടു എ വെരി സ്മോൾ ഡെൻസ് ഒബ്ജക്ട് അബൌട്ട് ദ സൈസ് ഓഫ് ദ എർത്ത്. ഓക്കെ, സൂര്യന്റെ അത്ര വലിപ്പമുള്ള എന്നാൽ ഫ്യൂഷൻ റിയാക്ഷൻസ് ഒന്നും നടക്കാത്ത ഇൻക്രെഡിബിളി ഹോട്ടായി തന്നെ തുടരുന്ന കൂളിംഗ് ഡൗൺ സ്ലോലി ഓവർ ബില്യൺ ഓഫ് ഇയേഴ്സ്, വർഷങ്ങളെടുത്ത് തണുത്ത് ആരായി മാറും, ഇറ്റ് വിൽ ബിക്കം വൈറ്റ് ഡ്വാർഫ്. ഇനി ലാസ്റ്റ് സ്റ്റേജ് ആണ് ബ്ലാക്ക് ഡ്വാർഫ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഈ വൈറ്റ് ഡ്വാർഫ് പിന്നെയും റേഡിയേഷൻസിനെ ഒക്കെ എമിറ്റ് ചെയ്തിട്ട് ഇറ്റ് ബിക്കംസ് എ കോൾഡ് ഡാർക്ക് ബ്ലാക്ക് ഡ്വാർഫ്. ഓക്കെ, നമ്മുടെ യൂണിവേഴ്സ് ഇതുവരെയും ബ്ലാക്ക് ഡ്വാർഫ് ആകാനുള്ള ഒരു പ്രായം എത്തിയിട്ടില്ല. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ മിഡ് മാസ് സ്റ്റാർസിന്റെ എന്തെന്ന് പറയുന്നത്, ഒരു സൈക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, മിഡ് മാസ് സ്റ്റാർസിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമുക്ക് ഹൈ മാസ് സ്റ്റാർസിന് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പൊ താങ്ക്